ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്നത് ബൊറുഡോ നാരുഡോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 97, 98, 99, 100 എപ്പിസോഡാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോ സറാഡ മിറ്റ്സുകി നമ്മളെ മിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ചേച്ചി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയേക്കാണ്. അവിടെ കൊണഹാമാറു ടെൻഷൻ വന്ന് നിന്നിട്ട് കുറച്ചധികം നേരമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ താമസിച്ചാണ് പോകുന്നത്. നമ്മളുടെ സറാഡ പുറകെയാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ സറാഡയ്ക്ക് വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ പറഞ്ഞ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴാണ് ഒരു വയർ നോക്കി അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ ക്യുനായി എടുത്ത് എറിഞ്ഞ് അവനെ തള്ളിയിടാണ്. അവൻ അവിടെ നിന്ന് ഏതോ ബൈനോക്കുലർ വെച്ചത് ഒരു പെങ്കൊച്ചിനെ വായി നോക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, അവൻ താഴേക്ക് വീണ് ബൊറൂട്ടോയും മിറ്റ്സുകിയും ചെന്ന് നോക്കുമ്പോഴേ കാണുന്നത് അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിപാടി അല്ല ചെയ്തത്. മിറ്റ്സുകി അത് ബൊറൂട്ടോനോട് പറയുന്നുണ്ട്. രാവിലെ തന്നെ പണിയാണല്ലോ എന്ന് പറയട്ടെ. ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, അവനോട് പോയിട്ട് ചേട്ടാ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ പറയാണ് സാരമില്ല, ഇത് എന്തായാലും ഇതിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മുട്ടകളൊക്കെ തിരിച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ അവൻ അത് നക്കി നോക്കുന്നുണ്ട്. ഇത് കണ്ട ബൊറൂട്ടോ അയ്യോ എന്ത് പരിപാടിയാണ് താൻ കാണിച്ചത്, ആ ബേർഡ് ഇനി എങ്ങനെയാ അത് നോക്കുക, അത് നോക്കൂല ഇങ്ങനെ ഉള്ളതുകൊണ്ടെന്ന് പറയാണ്. എനിക്ക് ബേർഡ്സിനെ പറ്റി നന്നായിട്ട് അറിയാം, ഈ ഒരു ടൈപ്പ് ബേർഡ് അങ്ങനെയൊന്നും നോക്കത്തില്ലെന്ന് പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണേ അതെന്താ അങ്ങനെ പറഞ്ഞേ, അത് അതിൻ്റെ പാരൻ്റൽ ജനറേഷൻ വെച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഇതിനും വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും പ്രസൻസും ഈ ഒരു എഗ്ഗിലും കാണുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പോൾ പറയണത് നിൻ്റെ മഞ്ഞമുടി, ഈ നീല കണ്ണ്, ഇതൊക്കെ എവിടെന്നാ, നിൻ്റെ പാരൻ്റൽ ജനറേഷൻ നല്ലതെന്ന് ചോദിക്കണം. അപ്പോൾ പറയണ അല്ലല്ല ഇതൊക്കെ ഞാനാണ്, എൻ്റെ സ്വന്തമാണെന്ന് പറയണം. അപ്പോൾ ഇവൻ പറയണ അങ്ങനെയൊന്നും ഇല്ല, നമ്മളുടെ ഉള്ളിൽ DNA RNA അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ DNA ഓരോ കോഡോണും ഓരോന്ന് വെച്ച് ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് എല്ലാം കൂടെ പാസ്സാവത്തില്ല, ഏതെങ്കിലും ഒന്നെങ്കിൽ എന്താ ഡോമിനൻസ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിൽ ഡോമിനൻസ് അല്ലാത്ത ഒരു ക്യാരക്ടറായിരിക്കും ഇവിടെ വരുമ്പോൾ അത് ഡോമിനൻ്റ് ആയിട്ട് കാണാം. അതൊക്കെ പറയുമ്പോൾ ബൊറൂട്ടോ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എങ്കിൽ ഞാൻ പറയാം, പക്ഷേ ഞാനാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴേ ഈ ഒരു ടൊസൂക്ക എന്നാണ് അവൻ്റെ പേര്. അവൻ പറയുന്നത് നീ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നിന്നെ ഞാൻ നക്കി നോക്കട്ടെ എന്ന് വൃത്തിയായിട്ടോനെ എന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, സറാഡേനെ പോയി കാണാണ്. സറാഡ എന്ത് ചെയ്യാണ്, നമ്മളുടെ ബൊറൂട്ടോനെ നല്ല രീതിയിൽ ഉരുട്ടി പെരട്ടി പൊരിച്ചെടുക്കുന്നുണ്ട്. എന്താടാ നീ ഇത്രയും താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് മിഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ടീം 15ഉം ടീം 7ഉം ഒന്നിച്ച് ചേർന്നാണ് ഈ മിഷൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയണം. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുകയാണ്. നമ്മളുടെ കൊനോഹമാർ പറയണ ഹനബി ഇല്ല, അതുകൊണ്ട് നമ്മൾ വേണം ചെയ്യാമെന്ന്. ഹനബി ഇല്ല, അവൾ അങ്ങോട്ട് പോയി എന്ന് ബൊറൂട്ടോ ചോദിക്കുമ്പോൾ കുറച്ചധികം റെസ്പെക്റ്റോടെ നീ സംസാരിക്കണം കേട്ടാ ബൊറൂട്ടോ എന്ന് കൊനോഹമാർ പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണം ടീച്ചർ എങ്ങോട്ട് പോയി അവളൊരു പ്രധാനപ്പെട്ട നമ്മളുടെ നേഷന് വേണ്ടിയിട്ടുള്ള ഒരു മിഷന് പോയേക്കാണെന്ന് പറയണം. അപ്പോൾ അവൾക്ക് അത്രയും വലിയൊരു മിഷൻ കൊടുത്തിട്ട് എനിക്ക് പീക്കിരി മാക്കറി കണ്ട കിളിയപ്പിടി തത്തേപ്പിടിയുള്ള മിഷനാണല്ലേ എന്ന് പറയണം. ഈ കിളിയപ്പിടി തത്തേപ്പിടി അല്ല മോനെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. റിവർ സൈഡിലുള്ള ബേർഡ്സ് എന്ത് ചെയ്യണം, അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം, അതിനെ തിരക്കിയിട്ട് അതെന്താണെന്ന് അറിയാനാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത്. അതെ, തത്തേനെയും പൊത്തേനെയും പിടിക്കാനൊന്നും അല്ലെന്ന് പറയണം. നിങ്ങളുടെ കൂടെ ഒരാൾ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് വിളിക്കുകയാണ്, നമ്മളെ ടൊസൂക്കനകത്തേക്ക് വിളിക്കണം. ഈ മാരണത്തിനെയും കൂടെ ഞാൻ ഇനി എടുത്തിട്ട് ചുമക്കണമല്ലോ എൻ്റെ ഭഗവനെ എന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ ബൊറൂട്ടോ നിൽക്കുന്നത്. കാരണം ബൊറൂട്ടോയ്ക്ക് ഓൾറെഡി ഇവനെ അറിയാം, ഇവൻ ബൊറൂട്ടോനെ വല്ലതും ചെയ്യുമോ എന്ന പേടിയിലാണ്. അപ്പോൾ പോണ വഴിയിട്ട് ടൊസൂക്ക എന്ത് ചെയ്യുന്നുണ്ട്, ക്യുനായി യൂസ് ചെയ്ത ഒരു ബേർഡേ ഡാഷ് എടുക്കുന്നുണ്ട്. അതാണെങ്കിൽ അവൻ നോക്കുന്ന കാണുമ്പോൾ തന്നെ സറാഡ എന്തിനാ അവൻ ഇത്ര അടുത്ത് കൊണ്ടുപോയി നോക്കുന്നത്, ദൂരെ വെച്ച് നോക്കിയാൽ പോരെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സറാഡ പറയാണ് നീ കണ്ണടച്ചോ, ഞാൻ കണ്ണടയ്ക്കാണ്, നീ കണ്ടോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവനത് നക്കി നോക്കാണ്. അപ്പോഴത്തേക്കും സറാഡ എന്ത് സാധനം എന്തടാ ഇപ്പം ഇങ്ങനെയെന്ന് പറയണം. അപ്പോൾ ബൊറൂട്ടോ പറയണം ഇതിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന്. അതേസമയം വസബി സിമുറേ നവിഡ ഒക്കെ പറയാണ് അവർ മുമ്പേ തന്നെ ഒരു മിഷൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അനിമൽസുമായിട്ട് ബന്ധപ്പെട്ട്, അത് കാരണം തന്നെ ബേർഡ്സിനെ ഇവർക്ക് ഫ്രണ്ട്സ് ആക്കാമെന്ന്. അടുത്തത് ഇവൻ പിന്നെയും ഒരു മുട്ട എടുത്തിട്ട് സുഖമാണ് നക്കി നോക്കുമ്പോൾ മിറ്റ്സുകി നക്കാൻ പോകണത് ഒരെണ്ണത്തിന് തന്നെ മാറണം, അതിൻ്റെ ഇടയിൽ കൂടെ നീയും കൂടെ തുടങ്ങി നിന്നെ ഞാൻ ചവിട്ടി ഇതിനകത്താക്കി ഞാൻ കിളിയുടെ കൂട്ടിക്കൊണ്ടുപോയിക്കെന്ന് പറയണം. ഇത് അസഹനീയമായൊരു സാധനമാണല്ലോ ദൈവം, ഇവനെ കൊണ്ട് എങ്ങനെയാ ഞാൻ പോകാമെന്ന് പറഞ്ഞ് സറാഡ നിൽക്കുകയാണ്. അതേസമയം രാത്രി ടെൻറ്റൊക്കെ അടിച്ച് അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. പിന്നെയും പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ പിന്നെയും കാടും മലയും കയറി അവർ യാത്ര തുടരുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തിരി മുമ്പ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ, അപ്പോൾ അവൻ പറഞ്ഞത് ഫിഷാണ് ഇവിടുത്തെ മീനുകൾ തോനെയും കഴിക്കുക, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണമെന്ന്. പെട്ടെന്നൊരു അലർച്ചയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പോയി നോക്കുകയാണ്. നമ്മുടെ ടീം 15 നമ്മളുടെ ടൊസൂക്കയുടെ കൂടെ നിർത്തിയിട്ട് ബാക്കി ടീം 7ഉം നമ്മളുടെ കൊനോഹമാറുമാണ് പോകുന്നത്. കൊനോഹമാറു സറാഡ അതുപോലെ തന്നെ മിറ്റ്സുകി എന്ത് ചെയ്യുന്നുണ്ട്, ബേർഡ്സിന് നേരെയും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇങ്ങോട്ട് മാറി സൗണ്ട് കേട്ടെടുത്തുമാണ് നിൽക്കുന്നത്. നമ്മളുടെ സറാഡയും എന്താണ് മിറ്റ്സുകിയൊക്കെ ചേർന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. മിറ്റ്സുകി ലൈറ്റ്നിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരു ബേർഡിൻ്റെ കണ്ണ് നല്ല ചുവപ്പാണ്, അതിനൊരു ക്യുനായി യൂസ് ചെയ്ത്
കുത്തി നിർത്തുന്നുണ്ട്. അതിപ്പോൾ ചത്ത അവസ്ഥയായി. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ഭയാനകമായിട്ടുള്ള രൂപം വരികയാണ്. നീയാണോ ബേർഡിനെ ഉപദ്രവിച്ചത്? നീ എന്തിനാണ് ആ ബേർഡിനെ അങ്ങനെ ചെയ്തത്? നീ ആരാണ് എന്ന രീതി പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയാണ്, നീ ആരാണെന്ന് ചോദിക്കാൻ? നീയാണോ ഇവിടെ നടക്കുന്ന മോൺസ്റ്റർ, ഇവിടെ നടക്കുന്ന പ്രശ്നത്തിനൊക്കെ നീയാണോ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയാതെ നീയാണോ ഈ ബേർഡിനെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ ചന്നബീന ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം വസബി നമ്മുടെ സിമുറേനെ കാണിക്കണം. അവർക്ക് നാടെയും ഒരുപാട് ബേർഡ്സ് വരുന്നുണ്ട്. അവരതിനെ പരമാവധി പരിക്ക് പറ്റിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ഒരു ക്ലിഫിൻ്റെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്. അതായത് അതിൻ്റെ താഴേക്ക് വീണ വെള്ളത്തിൽ പോകും. അങ്ങനെ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ പാഞ്ഞു വന്ന് ബുള്ളറ്റ് പോലുള്ള കൈ എടുത്ത് ബൊറൂട്ടോ ചങ്കിൽ കുത്തിപ്പിടിച്ച് എപ്പോൾ നിന്നെ കൊല്ലും എന്ന രീതിയിൽ നിർത്താണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയ്ക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പെട്ടെന്ന് ആരോ വന്ന് ഒരൊറ്റ ചവിട്ടിനെ അവന് താഴെ കളയാണ്. നോക്കുമ്പോൾ നമ്മുടെ ന്യൂ ആരാ കൊണ്ടുവന്നതെന്ന് നോക്കിയാൽ നമ്മളുടെ സിമുറയാണ്. അവൻ കുറച്ച് ട്രെയിനിങ് എടുത്തപ്പോൾ ഇങ്ങനെ ഇനിയും ട്രെയിനിങ് എടുക്കണം അല്ലേ ന്യൂ എന്ന് പറയാണ്. അപ്പോൾ തന്നെ ന്യൂ ചെറുതായി പോകുന്നുണ്ട്, കാരണം ഒരുപാട് ചക്ര എടുത്തുകൊണ്ട് തന്നെ. അങ്ങനെ ബാക്കിയുള്ളവർ അവിടത്തേക്ക് വരാണ്. നമ്മളുടെ ബൊറൂട്ടോ നടന്ന കാര്യം പറയാണ്. അതായത് ഇവിടെ ഇതല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു മോൺസ്റ്റർ ഉണ്ടെന്ന്. ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് മോൺസ്റ്റർ ഉണ്ടെന്ന് നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മളുടെ വസബി ആണെങ്കിൽ അത് നമ്മളുടെ നമിട കേൾക്കാതെ വെച്ചേക്കാണ്. കാരണം അത് അവൾ കേട്ടാൽ അവൾക്ക് ഭയങ്കര ഇതാവും. അവൾ ഒന്നാമത് ടെൻഷനിലാണ്. ഓരോ ബേർഡ്സിൻ്റെ അടുത്തും ഇതായേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഓർത്ത്. അതുകൊണ്ട് അത് അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവൾ കാര്യമായിട്ടാണ് സിമുറയും പറയുന്നില്ല. പിന്നെ വില്ലേജിൽ വരുമ്പോൾ അവരിങ്ങനെ നോക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കൊനോഹമാർ പറയുന്നത് അവരൊരു സൗണ്ട് കേട്ടല്ലേ പോയത്, ആ സൗണ്ട് ഉണ്ടാക്കിയത് ഇയാളായിരുന്നു, ഇയാൾ രക്ഷിക്കണേ എന്ന് വിളിച്ചതായിരുന്നു. ആ ബേർഡ്സ് ഇയാളെ അറ്റാക്ക് ചെയ്യായിരുന്നു. അതിൽ നിന്നുമാണ് കൊനോഹമാറും അതുപോലെ തന്നെ നമ്മുടെ സറാഡയും മിറ്റ്സുകിയും അയാളെ രക്ഷിച്ചുകൊണ്ട് വന്നത്. ബാക്കിയുള്ള ബേർഡ്സിനെ നമ്മുടെ സിമുറ നമ്മുടെ വസബിക്ക് ഹാൻഡിൽ ചെയ്തു. പിന്നെ ബൊറൂട്ടോ കുറേ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറയാണ്. എന്തായാലും ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് എടുത്തിട്ട് വരാണ്. അപ്പോഴത്തേക്ക് ടൊക്കൂസ വന്നിട്ട് എന്ത് ചെയ്യാണ്, അയാളെ പരിശോധിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ പുറത്തിറങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് രാത്രിയാകുമ്പോൾ വാവ് എന്ന് ഒച്ച കേൾക്കുമെന്ന്. അതുമാത്രമല്ല വലിയൊരു മോൺസ്റ്ററിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തോ ഒന്ന് ഡും പടക്കെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തോ ആഷ് സ്പോർട്സ് സംഭവം നടക്കുന്നുണ്ടെന്ന് പറയാണ്. അതേസമയം ഇവിടെ അകത്ത് നമ്മളുടെ കൊനോഹമാരുടെ അടുത്ത് കാണിക്കുകയാണ്. ഈ വില്ലേജിൻ്റെ ഹെഡും അത് തന്നെയാണ് പറയുന്നത്. ഡമ്മ് എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫൂ എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരോ നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു വലിയ മോൺസ്റ്റർ ഉണ്ട്. ബേർഡ്സ് എല്ലാം വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. കാവടി സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്, അവിടെയുള്ള ബേർഡ്സാണ് വിചിത്രമായിട്ട് പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ കൊനോഹമാർ പറയണേ പ്രധാനമായിട്ടും നിങ്ങൾ ഇനി ആ ഒരു ബേർഡ്സിൻ്റെ അടുത്തും പോകണ്ട, അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുകയോ വേണ്ട, അതുവരേക്കും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് പറയാണ്. അതേസമയം കൊനോഹമാറിനെ വിളിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. കൊനോഹമാർ ശ്രദ്ധിച്ചത് അയാളുടെ കയ്യിലെ കേഴ്സ് മാർക്കാണ്. ഇത് മുമ്പേ കണ്ടിട്ടുണ്ടോ എന്ന് വില്ലേജ് ഹെഡിനോട് ചോദിച്ചപ്പോഴാണ് അയാൾ വിളിച്ചിട്ട് പോകുന്നത്. നോക്കുമ്പോഴോ ഒരുപാട് ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും കേഴ്സ് മാർക്കുണ്ട്. അത് നമ്മളിപ്പോൾ ടാറ്റു അടിക്കത്തില്ലേ, അതുമാതിരി ഫുൾ അടിച്ച് കയറിയേക്കണം. കാണുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ടൊക്കൂസയ്ക്കും അതുപോലെ തന്നെ കൊനോഹമാറിന് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പെയിനിൽ കൂടെയാണ് അവിടെ ഓരോരുത്തരും കടന്നു പോകുന്നത് ആ കിടക്കുന്നതിൽ. അങ്ങനെ ഇതേ ഇൻഫർമേഷൻ തന്നെയാണ് പുറത്തുനിന്ന് കിട്ടിയത്. പക്ഷേ ഈ ഒരു കേഴ്സ് മാർക്കിനെ പറ്റിയൊന്നും അവരറിയുന്നില്ല. അതേസമയം സിമുറ വന്ന് പറയാണ് ഞങ്ങൾക്ക് ഒരാളെ കൊളക്കടവിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം തന്നെ ബൊറൂട്ടോ ആലോചിക്കുന്നുണ്ട്, അയ്യോ ഇല്ല വലിയ മോൺസ്റ്ററിനെ അടിച്ചിട്ടത് കൊളക്കടവിലേക്കാണല്ലോ, അപ്പോൾ അത് വല്ലോ ഇവയാളെ അറ്റാക്ക് ചെയ്തോന്നും പറഞ്ഞാൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് നമ്മളുടെ ജുഗോയാണ്. ഇത് ജുഗോയാണെന്നും ഒറോച്ചിമാരുടെ ആളാണെന്നും അതുമാത്രമല്ല നമ്മളുടെ ടാക്ക ടീമിലെ ഒരാളാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് മിറ്റ്സുകിയും പറയുന്നത്. ടാക്ക ടീമിലെ ഒരാളാണ്, ഒറോച്ചിമാരുടെ ലാബിൻ്റെ എക്സ്പെരിമെൻറ്റ് മെറ്റീരിയലാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെള്ളത്തിൽ കാൽ തെറ്റി വീണതാണെന്ന് പറയണം. ബൊറൂട്ടോ പറഞ്ഞു ഹൗ അത് നന്നായി, ഞാൻ വിചാരിച്ചോ വലിയൊരു മോൺസ്റ്റർ ഉണ്ടെന്നേ, ടബൂ നടക്കുന്ന വലിയൊരു മോൺസ്റ്റർ, അത് വന്ന് ഇടിച്ചു നിന്നെ വെള്ളത്തിൽ ഇട്ടതായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും നടത്തില്ലല്ലോ, കാര്യമായി എന്ന് പറയണം. അപ്പം ഇവനും ഒരുമാതിരി അതെയല്ലേ എന്ന് പറയാണ്. അതേസമയം ഇവിടെ കേഴ്സ്മാർക്ക് അടുത്ത് പോയിട്ട് നമ്മളുടെ കൊനോഹ മറന്നു നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വില്ലേജ് ഹെഡ് പറയാണ് ഇത് കാരണം അവർക്ക് നല്ല രീതിയിലുള്ള സിവിയർ പെയിൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും പുറകിൽ നിന്നും എന്ത് ചെയ്യാണ്, ഒരുത്തനാണെങ്കിൽ കേഴ്സ്മാർക്കുള്ളവൻ ആക്റ്റീവായിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും അവൻ ആക്റ്റീവായിട്ട് വരുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ ചുവന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തന്നെ വരികയാണ്. അകത്തെ ബഹളം കേട്ട് ബൊറൂട്ടോയും സറാഡയും മിറ്റ്സുകിയും നമ്മളുടെ വസബിയും നമ്മുടെയും സിമുറയും അതുപോലെ തന്നെ ജുഗോയും ഒക്കെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അകത്തുനിന്ന് ഒരുത്തൻ ഇറങ്ങി വരികയാണ്. അവനാണെങ്കിൽ ടൊക്കൂസനെ വിട്ട് മാറില്ല.
അങ്ങനെയൊന്നുമില്ല, ടോക്കൂസിനെ വിട്ടിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ കൊനോഹമാറിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ കൊനോഹമാറാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. ഒരു വിധത്തിൽ വില പോകുന്നില്ലെന്ന്. ലാസ്റ്റ് കൊനോഹമാരുടെ അടുത്ത് മാലത്തി കാമത്തി ഒരൊറ്റ അടിയാണ്. ടോക്കൂസാണെങ്കിൽ കിട്ടിയ ഗ്യാപ്പിന് എസ്കേപ്പ് ആവാണ്. അതേസമയം അവൻ പോയി പെടുന്നതോ ജുഗോയുടെ മുമ്പിൽ. നേരെ ജുഗോനെ കണ്ടത് എന്ന് വിളിച്ചിട്ട് ഓടിപ്പോയിട്ട് ജുഗോനെ അറ്റാക്ക് ചെയ്യാണ്. എന്താടാ ഇവനെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് കൊനോഹമാർ നോക്കുന്നത്. അപ്പോഴത്തേക്കും ജുഗോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അവൻ ജുഗോനെ തന്നെ നോക്കുകയാണ്. ജുഗോണെങ്കിൽ മാറി ഒഴിഞ്ഞും ഒക്കെ പോകുന്നുണ്ട്, എന്നാലും വിടുന്നില്ല. ജുഗോനെ തന്നെ ടാർഗറ്റ് ചെയ്ത് പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അയ്യോ ഓടി മാറെന്താ പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ ജുഗോ ഇവനെ കീഴടക്കി വെച്ചേക്കാണ്. എന്താ സംഭവം നോക്കിയാൽ ജുഗോയുടെ മുഖം മുകളിൽ ഒരു ഭാഗം കേഴ്സ്ഡ് മാർക്ക് അഫക്റ്റ് ആയേക്കാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നോക്കിയാൽ മറ്റേ ആൾ നോർമലും ആയിട്ടുണ്ട്. എന്താടാ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് മിറ്റ്സുകിയും സറാഡയും വരുന്നത്. അവരും കാണുന്ന ഇതേ സംഭവമാണ്. മറ്റേ ആൾ ക്വൈറ്റ് നോർമലായിട്ടിരിക്കുകയാണ്. മിറ്റ്സുകി പറയണില്ല ഇവനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവന് കേഴ്സ് മാർക്ക് ഉണ്ടായിരുന്നത് പോലും അങ്ങനെ ഒന്നും ഇല്ല എന്ന്. അതേസമയം കാട്ടിൽ കാണിക്കുകയാണ്, കാട്ടിൽ ബേർഡ്സ് ഒക്കെ ബഹളമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളമാണ്. നമ്മളെ ജുഗോനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ബൊറൂട്ടോ നിൽക്കുകയാണ്. എന്നാലും വേണ്ട എന്നൊക്കെ പറയണം. അപ്പോഴാണ് കൊനോഹമാർ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറയുന്നത്. ഈ കേഴ്സ്ഡ് മാർക്ക് എന്നൊരു സംഭവം ഉണ്ടാക്കിയത് തന്നെ ജുഗോയാണ്. അതെങ്ങനെ സംഭവം എന്ന് സറാഡ ചോദിക്കുകയാണ്. അവൾ അതിനെ പറ്റിയിട്ട് കേട്ടില്ല. അപ്പോൾ പറയാണ് കേഴ്സ്ഡ് മാർക്ക് ഇങ്ങനെ മനുഷ്യനെ അഫക്റ്റ് ചെയ്യും, അവരെ കൺട്രോളിൽ ഇല്ലാതെ കൊണ്ടുപോകും, പിന്നെ അതിനെ കൺട്രോളിൽ കൊണ്ടുവരും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് അത് ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ്. അതിന് ഒറോച്ചിമാരോട് കാരണം എന്നൊക്കെ പറയണം. അത് എനിക്കറിയാം എന്ന് മിറ്റ്സുകി പറയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വേറെ വല്ല അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ജുഗോയാണ് ഇതിനെല്ലാം തുടക്കം വെച്ചത്. അവനായിരുന്നു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് മെറ്റീരിയൽ. അതിനുശേഷമാണ് ബാക്കിയുള്ളവരിലേക്ക് അവനിൽ നിന്നുമാണ് കൊടുത്തത്. അപ്പോൾ അതും ഇവനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ബൊറൂട്ടോയും സറാഡയും നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാറാണെങ്കിൽ വില്ലേജിലേക്ക് പോവാണ്. അതേസമയം ബൊറൂട്ടോയും സറാഡയും നമ്മളുടെ ജുഗോനെ ഫോളോ ചെയ്ത് ആ ഒരു ഗുഹയിലേക്ക് പോവാണ്. അതിൻ്റെ പുറകുവശത്തൂടെയാണ് അവർ കയറുന്നത്. ആ ഒരു ഗുഹയിലേക്ക് നമ്മളുടെ ബൊറൂട്ടോ കയറുമ്പോഴത്തേക്കും അവിടെ കാണുന്നത് ഏതോ ഒരു വലിയ സെൻട്രൽ ജയിൽ പോകുന്ന സ്ഥലമാണ്. എന്താണ് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ അടുത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നിങ്ങൾ മാറിപ്പോ, എൻ്റെ അടുത്ത് ആരും വരരുതെന്ന് പറഞ്ഞിട്ട് അലറുവാണ് ജുഗോ അവിടെ കിടന്നത്. അപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് പറഞ്ഞ് പോയി നോക്കിയാൽ അവിടെ ജുഗോ ആകെ മൊത്തത്തിൽ ടെൻഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത്, എൻ്റെ അടുത്ത് ആരും വരരുത്, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോ, ഇത് നിങ്ങൾക്ക് ഒട്ടും സേഫ് അല്ല, പിള്ളേരെ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറയണേ. ബൊറൂട്ടോ പറയണേ അല്ല എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നോക്കിയാൽ ജുഗോ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. ആ ഒരു ബേർഡിനെ പോലെ ഇരുന്ന ഒരു മനുഷ്യനെ പോലെ അല്ലാതിരുന്ന ഒരു വലിയ മോൺസ്റ്ററിലെ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്തത് അത് ജുഗോയാണ്. ജുഗോയുടെ കേഴ്സസിൽ ആക്ടിവേറ്റ് ആയിട്ടാണ് അങ്ങനെ ആവുന്നത്. എന്നാൽ നമ്മൾ കണ്ട ജുഗോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കിയാൽ അങ്ങനെ നമ്മൾ ജുഗോ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞു വരികയാണ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണെന്നും പറഞ്ഞിട്ട് ജുഗോ ചാടി ഇവർക്ക് നേരെ അടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയും സറാഡയും ഇവനെ എങ്ങനെയായിരിക്കും നമ്മൾ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ കമ്പി പൊളിച്ച് അവന് പുറത്ത് വരാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാൽ തന്നെയും നമ്മളുടെ ബൊറൂട്ടോയും സറാഡയും ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെടുമ്പോൾ ജുഗോ എങ്ങനെയോ അതിനകത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടത്തേക്ക് കൊനോഹമാർ വരാണ്. എന്താ പിള്ളേരെ നിങ്ങളോട് പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണമെന്ന്, എന്നിട്ട് നിങ്ങളെന്താ കഞ്ഞി കൊഴിയും കളിച്ചോണ്ടിരുന്നോ? ഒന്നും പറഞ്ഞാൽ കേൾക്കൂലേ, നിങ്ങൾ കാരണം ഇപ്പോൾ വലിയ പ്രശ്നം വന്നേനെന്ന് പറയണം. മിറ്റ്സുകിയാണ് കൊനോഹമാറിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ജുഗോ ആണെങ്കിൽ നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് എത്ര വേർത്താണ്, അതായത് എത്ര ഉപയോഗമുള്ള കാര്യമാണ്, നിങ്ങളൊക്കെ കൊള്ളാം, സ്ട്രോങ് ആണ് എന്ന് പറയാണ്. നമ്മളുടെ കൊനോഹമാർ അങ്ങനെ പാഞ്ഞു എന്ന് നമ്മളുടെ ജുഗോനെ കാര്യമായിട്ട് അറ്റാക്കാണ്. തിരിഞ്ഞും മറിഞ്ഞും തലങ്ങും വിലങ്ങും അറ്റാക്കാണ്. അങ്ങനെ നമ്മളുടെ കൊനോഹമാറോനും അടിപ്പെട്ടുന്നുണ്ട്. ജുഗോയുടെ വായിലൂടെ നമ്മുടെ ബ്ലേഡ്, നമ്മുടെ ഈ ബ്ലേഡിൻ്റെ പേരറിയാമോ, കമൻറ്റ് ബിലോ. അപ്പോഴത്തേക്കും അത് കുത്തി അങ്ങ് ഇറക്കാണ്. അത് കുത്തി ഇറക്കിയെങ്കിലും അതൊക്കെ വലിച്ചൂരി ചവിട്ടി തെറിപ്പിച്ച കൊനോഹമാനെ വെച്ച് നമ്മളുടെ ജുഗോ അമ്മാനെ ആടുകയാണ്. അവിടത്തേക്കും ബൊറൂട്ടോ ഒരു രസം ചുരുങ്ങനടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ സ്പീഡ് കാരണം തന്നെ അത് അറിഞ്ഞ് അവൻ അത് തട്ടി മാറ്റുന്നുണ്ട്. അതും വലിയ ഫോഴ്സ് ഇല്ലായിരുന്നു ബൊറൂട്ടോ ചെയ്തപ്പോൾ കേട്ടോ. അങ്ങനെ സറാഡയാണെങ്കിൽ അടിക്കാൻ പോകുമ്പോൾ സറാഡനെ പോലെ അടിച്ചിടാണ്. നമ്മളുടെ മിറ്റ്സുകി സറാഡനെ പിടിച്ചു മാറ്റുകയാണ്. അവിടത്തേക്കും നമ്മളുടെ കൊനോഹമാർ വന്ന് പിന്നെയും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ കൊനോഹമാറിനെ പിടിച്ച് ഫുൾ ചക്ര ഡ്രെയിനിങ് തുടങ്ങാണ്. കൊനോഹമാർ ബാക്കി ഉണ്ടായിരുന്ന ചക്ര എടുത്ത് ഒരു റസങ്കനം എടുത്ത് ഒരൊറ്റ അടിയാണ് കവാലം കുത്തി തെറിച്ചെന്ന് പറയാം. അങ്ങനെ തെറിച്ചടിച്ച് പറന്നു പോയി ഒരു സ്ഥലത്ത് പോയി കൊത്തയിരിക്കുന്നുണ്ട്. നമ്മുടെ കൊനോഹമാർ നോക്കുമ്പോൾ അവൻ അങ്ങനെ എന്താണ് ഒരു നോർമലായിട്ട് മാറുകയാണ്. എന്നാലും കേഴ്സ്ഡ് മാർക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ജുഗോ ആണെങ്കിൽ അയ്യോ ഞാൻ എന്താ
ചെയ്തേ, അവരെ ഞാൻ അടിച്ചോ എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കണേന്ന് ഒന്നും മനസ്സിലാവാതെ കൊനോഹമാർ ഇരിക്കുമ്പോൾ ഇവരവരെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുകയാണ്. വേണ്ടാടാ എന്ന് പറയുമ്പോഴും ബൊറൂട്ടോ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ജുഗോനെ ഫോളോ ചെയ്ത് പോവാണ്. ജുഗോ നിൽക്ക്, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് വരുമ്പോഴാണ് ഒരു ആറ്റിൻ്റെ അടുത്ത് പോയിട്ട് ജുഗോ വീഴുന്നത്. അവിടെ ഒരുപാട് നമ്മളുടെ താറാവും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ജുഗോ ആണെങ്കിൽ താറാവ് വരണോ എനിവേ, അപ്പോഴത്തേക്കും ജുഗോ ആണെങ്കിൽ അവിടെ വീണ് കിടക്കുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ കൊനോഹമാറും ഒക്കെ അവിടെ വരുന്നുണ്ട്. വാക്സിൻ പോലത്തെ ഒരു സാധനം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ കംപ്ലീറ്റ്ലി നോർമൽ ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ കേസ്റ്റ് മാർക്ക് ഉണ്ട്, അത് മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാർ അതിർത്ത് നോക്കിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം, ഈ കേസ്റ്റ് മാർക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ കുറച്ച് സാമ്പിൾ എടുക്കണമെന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ടൊസുക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജുഗോ എഴുന്നേക്കാണ്. ഇല്ല, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബൊറൂട്ടോ പറയാണ്, എനിക്കൊന്നും അറിഞ്ഞാൽ മതി, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഫൈറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു താറാവ് വരാണ്, ഭയങ്കരമായിട്ട് പറന്നു വരുമ്പോൾ അതിനെ പിടിച്ച് എന്തോ ഒന്ന് ചെയ്യാണ് ജുഗോ. പെട്ടെന്ന് ജുഗോയുടെ കയ്യിൽ ഗ്ലൗ ഇട്ടമാരെ കേഴ്സ് മാർക്ക് വരാണ്. എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഞാൻ പറയത്തില്ലെന്ന് പറയാണ്. അതേസമയം കൊനോഹമാറിന് തീരെ വയ്യാതെ അങ്ങ് വീണ് പോവാണ്. ജുഗോ അതിൻ്റെ പാട് നോക്കി പോവാണ്. കൊനോഹമാറിനെ കൊണ്ടുപോയി ഇവിടെ ആക്കുമ്പോൾ വില്ലേജ് ഹെഡ് വന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റി ഇത്രയും വലിയ ഹെഡ്, അതൊരു ജോനിന് ഈ അവസ്ഥയെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ സറാഡ പറയാൻ പോകുമ്പോൾ ബൊറൂട്ടോ വേണ്ടെന്ന് പറയണം. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് പൊട്ടി, അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പേടിച്ചു പോകും, ചുമ്മാ എന്തിനാ അയാളെ പേടിപ്പിക്കുന്നതെന്ന്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയും സറാഡയും കൂടെ അകത്തേക്ക് കയറിയിട്ട് കൊനോഹമാറിനോട് അയാളോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. കൊനോഹമാർ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഒരു 7-8 ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയണം. അതേസമയം നമ്മളുടെ ടൊസുക്കി അവിടത്തേക്ക് 2 കേഴ്സ് മാർക്കിൻ്റെ സാമ്പിളും കൊണ്ടുവരാണ്. ഇത് ജുഗോയുടെ മറ്റു ബേർഡിൻ്റെയാണ്, അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, അത് നമ്മുടെ കേഴ്സ് മാർക്ക് ഹാൻഡിൽ ചെയ്യാളെയാണെന്ന് പറയാണ് ടൊസുക്കി. അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നോക്കി ഇവൻ്റെ ഒക്കെ ഒരു കാര്യമെന്ന് ബൊറൂട്ടോ നോക്കുകയാണ്. അതേസമയം ഇവർ പോയിട്ട് ജുഗോനെ ഒളിച്ചിരുന്ന് നോക്കാൻ പറയണം, പ്രത്യേകിച്ച് അറ്റാക്കൊന്നും ചെയ്യണമെന്ന്. ജുഗോ ആണെങ്കിൽ ഇങ്ങനെ വരുന്ന താറാവുകളെ അരയണ്യങ്ങളെ എന്തായാലും അതിനെയൊക്കെ പിടിച്ചു വെച്ചിട്ട് കേഴ്സ് മാർക്ക് റിലീസ് ചെയ്തിട്ട് വിടുന്നുണ്ട്. നല്ല പരിപാടിയാണല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടൊസുക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല പരിപാടിയാണെന്ന് തോന്നുന്നില്ലെന്ന് സറാഡയും ബൊറൂട്ടോയും പറയണം. കാരണം ജുഗോയുടെ മുഖത്തുനിന്ന് തന്നെ നല്ല വേദന കാണാൻ പറ്റുന്നുണ്ട്. മിറ്റ്സുക്കി പോയി കണ്ടിട്ട് പറയുന്നുണ്ട് ജുഗോ ഭയങ്കര സിവിയർ പെയിൻ കൂടെയാണ് പോകുന്നത്, ഇത് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ കേഴ്സ് മാർക്ക് പോലെ തന്നെയാണ് ഇത്, എന്നാലും ഇത് അവനെ ഒരുപാടധികം കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നത്. ജുഗോ പെട്ടെന്ന് അവൻ നിൽക്കുന്ന ആ ഒരു ഗുഹയില്ലേ അവിടത്തേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, നിന്നെ കുഴപ്പമില്ല, നിന്നെ ശരിയാക്കാം, നീ എന്താ പറ്റിയെന്ന് പറയാം, എന്താ നീ ചെയ്യുന്നതെന്ന് പറയുന്നത്. മിറ്റ്സുക്കി അത് തന്നെയാണ് പറഞ്ഞത്, സറാഡ അത് തന്നെയാണ് പറഞ്ഞത്. ബൊറൂട്ടോണ്ട് മാറാനും ഇവർ പറയുന്നുണ്ട്. ജുഗോ ഒരു വിധത്തിൽ അങ്ങനെ ആ ഒരു മോൺസ്റ്റർ രൂപത്തിൽ നിന്ന് ആയി കുറച്ച് കഴിഞ്ഞിട്ടാണ് പുറത്ത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ബൊറൂട്ടോ പറയണത് ഞാൻ നിന്റെ കൂടെ കാണും, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറയണം. അങ്ങനെ ജുഗോ പുറത്തിറങ്ങി ഓരോരോ താറാവുകളായിട്ട് പിടിച്ച് ശരിയാക്കുമ്പോൾ ബൊറൂട്ടോ ഇങ്ങനെ പുറകെ നടന്ന് നീ എന്തിനാ ചെയ്യുന്നത്, അതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോയോട് ഞാൻ പറയൂല എന്ന് പറയണം. അതെന്താ ചോദിച്ചേ, അതെന്താ നീ എന്നെ പറയാത്തേ, എന്നോട് മാത്രം പറയൂലേ എന്നൊക്കെ ബൊറൂട്ടോ ചോദിച്ചു ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്യുനായ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് ബൊറൂട്ടോടെയാണ്. ഇത് നീ ഒരു ബേർഡിൻ്റെ നേർക്ക് കുത്തിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് ബൊറൂട്ടോ പറയണം. പിന്നെ നീ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അർഹനല്ലെന്ന് പറയണം. അതേസമയം ബാക്കിയുള്ള പക്ഷികൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ജുഗോ ഇപ്പോൾ ശരിയാക്കുന്നുണ്ടല്ലോ ജുഗോനെ സഹായിക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വില്ലേജിൻ്റെ ആൾക്കാർ വരുന്നത്. അത് ലാൻഡ് ഓഫ് റിവർ ചേർന്ന ആൾക്കാരാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ലാൻഡ് ഓഫ് റിവറിൻ്റെ അതിർത്തിയിലാണ് ഞങ്ങൾ ബേർഡ്സിനെ പറ്റി പഠിക്കാൻ വന്നത്, നിങ്ങൾ എന്തിനു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും അതേ കാര്യത്തിന് വേണ്ടി വന്നതാണ്, ഒരു ഇൻഫോർമേഷനും കിട്ടിയില്ല എന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് ജുഗോനെ രക്ഷിച്ചുകൊണ്ട് ബൊറൂട്ടോ പോകുന്നുണ്ട്. പെട്ടെന്ന് ജുഗോയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തല കറങ്ങുന്നത് പോലെ. അങ്ങനെ ജുഗോ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് ജുഗോ കുറേയധികം മാറിപ്പോയിട്ട് ആ ഒരു വാക്സിൻ എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് കൈ തട്ടിയിട്ട് താഴെ പോകുന്നുണ്ട്, കൈ വിറച്ചിട്ട്. ബൊറൂട്ടോയാണത് കാല് കൊണ്ട് അടിച്ചെടുത്തിട്ട് കറങ്ങി ചെന്ന് ജുഗോയുടെ കഴുത്തി കുത്തുന്നത്. എന്നിട്ട് പിന്നെയും ജുഗോ ഓടി ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഗുഹയിൽ പോയിരിക്കുകയാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ പിന്നീട് കുറേയധികം നേരം കഴിഞ്ഞിട്ടാണ് നോർമലായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ബൊറൂട്ടോനെ വിശ്വാസമാണ് ജുഗോയ്ക്ക്. അത് നമ്മുടെ ജുഗോ തന്നെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ബൊറൂട്ടോയ്ക്ക് ഇപ്പോൾ ജുഗോനെ പിടിച്ചിട്ട് അവർക്ക് കൊടുക്കാമായിരുന്നു ലാൻഡ് ഓഫ് വാട്ടറിൻ്റെ ആൾക്കാർക്ക്, പക്ഷെ അവൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻസ് ഒക്കെ ബൊറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. ബൊറൂട്ടോ സറാഡയുടെ കൊടുക്കുന്നുണ്ട്. അതേസമയം വസാബി സിമുറ നമ്മുടെ അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. പെട്ടെന്നൊരു ക്യുനായി വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കിയാൽ 2 കുരങ്ങികൾ, മങ്കീസ് ഗേൾസ്, അങ്ങനെയല്ല 2 പെൺപിള്ളേർ അവിടെ വന്നിരിക്കുകയാണ്. ഓ ഞങ്ങൾ ബ്രദേഴ്സാണ്, ഞങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പെൺപിള്ളേരാണോ ആൺപിള്ളേരാണോ എന്തായാലും അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ കഴുത്തിലെ ബെൽറ്റ് കുത്തിയത് നമ്മുടെ ഈ ഒരു ആമസോണിൽ കിടപ്പുണ്ട്, ഈ ഒരു ഫ്ലൂറിസൻ ബെൽറ്റ് ആണല്ലോ പട്ടിക എഴുതിയിടുന്ന അതുമാതിരി സാധനം.
അത് കുത്തിയതും അവർക്ക് കേസ് മാർക്ക് വരെയാണ്. കണ്ണൊക്കെ ചുവന്ന് താടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറുന്നു. ആ അവസ്ഥയിലാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവിടെ എല്ലാവരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ജുഗോ ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഈ ഒരു എന്താണ് എല്ലാവരും നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ ജുഗോനെ നോട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും ജുഗോനെ നോട്ട് ചെയ്യാൻ കാരണം ഇവർക്ക് വസബി നമ്മുടെ സിമുറയൊക്കെ വേറൊരു സ്ഥലത്തും നമ്മളുടെ ജുഗോ, സറാള, മിറ്റ്സുഗി അതുപോലെ തന്നെ ടോസുക്കെ ഒക്കെ ഒരു സ്ഥലത്തുമാണ്. ഇവർ ഇതിന് ശരിയാക്കുന്നതും മറ്റേത് അവിടെ നമ്മളുടെ വില്ലേജിലുമാണ്. അങ്ങനെ ഓരോരോ ബേർഡ്സിനായിട്ട് പിടിച്ചോണ്ട്, താറാവിനായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, ശരിയാക്കുന്നുണ്ട്, പറത്തി വിടുന്നുണ്ട്, പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, കൂട്ടിയിടുന്നുണ്ട്, ശരിയാക്കുന്നുണ്ട്, പറത്തി വിടുന്നുണ്ട്. ബൊറൂട്ടോ പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൂടെ ചെയ്തേനെ, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇനി നോർത്ത് സൈഡ് നോർത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഒക്കെ തീർത്ത് കഴിഞ്ഞു. അവിടെ ഇനി ഒരു താറാവിന് പോലും ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. എല്ലാത്തിനും കാലിൽ ടാഗും കെട്ടി വിടുന്നുണ്ട്. കാരണം ഏതൊക്കെ നന്നായില്ല എന്നറിയണ്ടേ. അങ്ങനെ എന്തിയാണ് സറാഡ ഓരോ 3 മണിക്കൂറിലും ജുഗോയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. സറാഡ വിചാരിക്കുന്നത് ഇത് കൊടുത്താൽ കൺട്രോൾ ചെയ്യാമെന്നാണ്. ദോസുക വന്നിട്ട് പറയാണ് നിങ്ങൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയോ, ഷെഡ്യൂളൊക്കെ ഇട്ട് അത് നല്ലതാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് പിന്നെയും കുറേ അധികം ബേർഡ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അതിനെല്ലാം ജുഗോ ശരിയാക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും, അത്രയും വേദനയുണ്ട്. എന്നാലും അപ്പോഴത്തേക്കും ഒരു വെള്ള താറാവ് ഇടുന്ന ഭയങ്കര ബഹളം. അത് പറക്കാൻ നോക്കിയിട്ട് ഒട്ടും തന്നെ പറ്റുന്നില്ല. കൂടെയുള്ള മഞ്ഞ സാധാ താറാക്കളെല്ലാം പറന്നുപോയി. ഇതെന്താണെന്നറിയോ, ഇത് താറാവുമല്ല അരയനുമല്ലാത്തൊരു സാധനമാണ്. കാരണം ഇതിന് പറക്കാൻ കഴിയില്ലെന്ന് നമ്മളുടെ ടോസുക പറയാണ്. അതെന്താ പറ്റാതെയെന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്. അങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ജുഗോയുടെ അടുത്ത് കൊണ്ടുപോവാണ്. എന്തെങ്കിലും കേസ് മാർക്കിൻ്റെ പ്രശ്നമാണോ അതിങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറക്കാൻ പറ്റാത്തതിൻ്റെ വിഷമാണ്, പക്ഷേ അതിന് പറ്റൂലല്ലോ, അതിൻ്റെ ജീൻ അങ്ങനെയല്ലേ എന്ന് പറയണം. നിങ്ങളെല്ലാവരും എന്താ ജീൻ ജനറ്റിക്സ് എന്നൊക്കെ പറയണത്? അങ്ങനെയൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാറ്റാമെന്ന് പറയണ ബൊറൂട്ടോ. ഇല്ല അങ്ങനെയില്ല, ചിലതൊക്കെ നമ്മൾ തലയിൽ വരച്ച കമ്പിൻ്റെ വിധിയാന്ന് പറയണം. എന്തിന് തലയിൽ കമ്പിട്ട് വരച്ചെന്നോ കിണ്ടിയെന്നോ അതൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലെന്ന് ബൊറൂട്ടോ പറയുമ്പോൾ നീ എന്തോ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജുഗോ അവിടെ നിന്ന് പോവാണ്. നല്ല സങ്കടമുണ്ട്. കാരണം ജനിച്ചപ്പോൾ തൊട്ടേ ജുഗോ ഇങ്ങനെയാണ്. അവന് ഓർമ്മയുള്ളത് മുതലേ ഈ ഒരു കേസ് മാർക്ക് അവൻ്റെ കൂടെയുണ്ട്. ജുഗോൻ്റെ കയ്യിലുള്ള വാക്സിൻസ് എല്ലാം സറാടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ജുഗോ ആണെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുന്നതെല്ലാം മാറിപ്പോവാണ്. 2 ആൾക്കാരാണെങ്കിൽ ഇവർ രണ്ടുപേരെല്ലാം എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസവും ഇതിനെയൊക്കെ പിടിച്ച് നന്നാക്കി വിടുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ അവിടെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വയ്യാത്ത ബേർഡ്സൊക്കെ നല്ല ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പോൾ തീറ്റയൊക്കെ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ വെള്ളത്താറാവും ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ആ വെള്ളത്താറാവിന് നമ്മുടെ ബൊറൂട്ടോയാണ് ഇപ്പോൾ തീറ്റയൊക്കെ കൊടുക്കുന്നത്. എന്നും ആ വെള്ളത്താറാവ് ഇവിടെ കൂടെ ഉണ്ട്. നല്ല ഇണക്കം ആവുകയാണത്. എന്നാലും അതിനെ കൊണ്ട് പറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം ജുഗോ പോയിട്ട് നല്ല രീതിയിൽ യോഗ ചെയ്യാണ്. അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് ബൊറൂട്ടൊക്കെ ഉറങ്ങുമായിരുന്നു. രാത്രിയായിരുന്നു, എഴുന്നേക്കാണ്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു കൂടാരോ തുറന്നിട്ടിരിക്കുന്നു. അതിനകത്ത് ഇനിയും ഒരു 10-15 താറാക്കളെ ശരിയാക്കാണ്ടായിരുന്നു. അത് ട്രാൻസ്ഫോമായി. ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ ജുഗോ അതിനെ പുറകെ പോയെന്നും പറഞ്ഞിട്ട് ടോസുക്കെ വന്ന് പറയാണ്. അങ്ങനെ ജുഗോനെ തിരക്കി പോകുമ്പോൾ അവൻ പകുതി മോൺസ്റ്ററായിട്ട് നിൽക്കുകയാണ്. ടോസുക്കെ ഒരുപാട് പേടിച്ച് പോവാണ്. ഒരുപാട് പുറകെ പോയി നിൽക്കുകയാണ്. ബൊറൂട്ടോ, സറാഡ, മിറ്റ്സുക്കെ പറയാണ് നീ ഒന്ന് അടങ്ങ്, ഞാൻ വാക്സിൻ എടുത്തിട്ട് വരാം, സറാഡ വാക്സിൻ എടുത്തിട്ട് വരാൻ പറയാണ്. അങ്ങനെ നമ്മളുടെ ജുഗോ പറയണം എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോ, ഞാൻ നിങ്ങളെ കൊല്ലും എന്ന് പറയാണ്. സറാഡ പാഞ്ഞു പോവാണ് വാക്സിൻ എടുക്കാൻ. അവിടെ വാക്സിൻ ഇല്ല, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. സറാഡ ആണെങ്കിൽ അവിടെ ജുഗോയുടെ സ്ഥലത്തും പോയി നോക്കുന്നുണ്ട്. അവിടെയും വാക്സിൻ ഇല്ല, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് സറാഡയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ സറാഡ വരെയാണ്. നമ്മുടെ ബൊറൂട്ടോ പറഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട് അടങ്ങ് ജുഗോ കുറച്ച് നേരം പിടിച്ച് നിൽക്കാൻ. അപ്പോഴത്തേക്കും തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി സറാഡ ഇത് പറയുന്നതോടെ ആഹാ ശുഭം എന്ന് ബൊറൂട്ടോ പറയാണ്. ജുഗോ ആണെങ്കിൽ പാഞ്ഞ് തെറിച്ച് വന്ന് എല്ലാത്തിനും മാറിയിട്ട് കൊതറി അടിക്കാണ്. മോനെ പറന്നൊക്കെ പോവാണ് പിള്ളേർ. അങ്ങനെയോ കുറേ ക്യുണായിസ് വന്നിട്ട് ജുഗോനെ അടിക്കുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടോ റസങ്കൻ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. എത്ര വട്ടം ഞാൻ റസങ്കൻ്റെ മുമ്പിൽ തോറ്റു പോകുമെന്ന് പറയാണ്. ലാസ്റ്റ് എന്താണ് സ്മോക്ക് ബോംബ് ഇടാണ്. അതും അവൻ്റെ മുമ്പിൽ വില പോയോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഉപയോഗിച്ച് അവൻ രക്ഷപ്പെട്ടു പോയിരുന്നതാണ് കഥ. എങ്ങോട്ടാടാ പോയത്, നീ എന്താ കാണിച്ച് എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞ് നമ്മളുടെ ടോസുക്കയും മിറ്റ്സുക്കയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോയും സറാഡയും ടോസുക്കയും മിറ്റ്സുക്കയും വില്ലേജിലേക്ക് പോവാണ്. അവിടെ ആകെ മൊത്തത്തിൽ തകർത്ത് പ്രശ്നം നടക്കുകയാണ്. എല്ലാ ഗോപുരങ്ങളും കൊട്ടാരങ്ങളിലും അടിച്ച് തകർക്കാണ് ജുഗോ. ആൾക്കാരെ കഴുത്തി പിടിച്ച് തൂക്കിയെടുത്ത് വെച്ചിട്ട് ഞാൻ നിന്നെ കൊന്നാലോ, നല്ല രസമായിരിക്കില്ലേ എന്ന രീതിയിൽ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ജുഗോ. എടാ പ്രാന്താ, നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്തിയാണ് കുറേ അധികം അമ്പ് വന്ന് തറയ്ക്കാണ്. ബൊറൂട്ടോ അല്ല ഇത് ചെയ്തത്, സറാഡ അല്ല ഇത് ചെയ്തത്, മിറ്റ്സുക്കിയോ ടോസുക്കിയോ അല്ല ചെയ്തത്, കൊനഹമാറോ അല്ല ചെയ്തത്, വസബി നമ്മുടെ സിമുറ ആരും അല്ല ചെയ്തത്. നോക്കുമ്പോൾ അവിടെ പുതിയ ആൾക്കാർ വന്നേക്കാണ്. ഇത് ആരാന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്ന ഇവരുടെ ടീമാണ്. ഇയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. മോൺസ്റ്റർ എന്ന വ്യാജേന ഇയാളൊരു
സാധാ മനുഷ്യനാണ്, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം പറ്റിച്ചു, കണ്ടോ കണ്ടോ ആള് മാറുന്നത് കണ്ടോ അവൻ എന്ന് പറയാണ്. ഇവിടെ പ്രാന്ത്, തനിക്ക് കിറുക്ക് വല്ലതും ഉണ്ടോ? അത് കേസ് മാർക്കാണെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇയാളാണ് ഇങ്ങനെ മോൺസ്റ്ററായിട്ട് നിങ്ങളെല്ലാം ഉപദ്രവിച്ചത് പറയുമ്പോൾ അല്ലല്ല അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ മാറ്റി പറയാൻ നോക്കുന്നുണ്ട്. വില്ലേജായിട്ട് പറയണം നിനക്കപ്പോൾ ഇത് അറിയാമായിരുന്നില്ല, എന്നിട്ട് നീ എന്താ പറയാൻ ചോദിക്കുമ്പോൾ ബൊറൂട്ടോ പറയണേ ബേർഡ്സിനെ ശരിയാക്കണം, എന്നാൽ അത് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്രയും സീരിയസ് ഒരു കാര്യം നിങ്ങളെയും തന്നെ മറച്ചു വെച്ചെങ്കിൽ ഈ പിള്ളേരും കുറ്റക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാക്കാൻ തുടങ്ങിയാണ്. നമ്മുടെ ടീമായിട്ട് പറയാണ്, അതായത് വില്ലേജായിട്ട് പറയാണ് ഇനി നിങ്ങൾ ആ കാര്യം നോക്കുന്നുണ്ടെന്ന്. അതേസമയം നമ്മുടെ വസബീനെ കാണിക്കുകയാണ്, നമ്മുടേനെ കാണിക്കുകയാണ്, അവർക്കും കേസ് മാർക്ക് അഫക്റ്റ് ആയിട്ടുണ്ട്, സിമുറേനെ കാണാനും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ 2 മാക്രി പെണ്ണുകളില്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ അവളുമാരവിടെ നിൽക്കുകയാണ്. വസബി സിമ്മിയുടെ നമ്പറോട് നമ്മുടെ ടീം 15നോട് വഴക്കുണ്ടാക്കിയ പിള്ളേർ തന്നെ അവിടെ ഒന്നും പറയാനില്ല. ഇല്ല സാർ ഞങ്ങൾ കണ്ടില്ല. ഓ ഇവരും കണ്ടിട്ടില്ല, ഇവരും ഞങ്ങളുടെ ടീമിൻ്റെ മെമ്പറാണെന്ന് പറഞ്ഞ് ഇയാൾ പറയാണ്. അപ്പം തന്നെ മനസ്സിലാകും എന്തുണ്ടായിപ്പുണ്ട്. സലാഡയ്ക്കാണെങ്കിൽ എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യ. ബൊറൂട്ടോയും അതേ അവസ്ഥയിലാണ്. കാരണം ഇവർ കാരണം ഇപ്പോൾ വസബിക്ക് നമ്മുടേക്ക് നല്ല പണി കിട്ടിയേക്കാണ്. സിമുറെ നീ എവിടെയാണ് എന്ന് സലാഡ ചോദിക്കുകയാണ്. അതേസമയം എവിടെയോ സിമുറേനെ ഒളിപ്പിച്ചു കൊണ്ട് വെച്ചേക്കാണ് നമ്മളുടെ നൂ. ഈ പിള്ളേരാണെങ്കിൽ അവിടെ എവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്, എവിടെയാണ് അവരെന്നും പറഞ്ഞിട്ട്. അതേസമയം നടന്നത് കാണിക്കുകയാണ്. ഇവർ ഓരോരുത്തരും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്യാറ്റ് ക്ലൗ വെച്ചിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നതാണ്, രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ ഇല്ല, അവർ മോൺസ്റ്ററായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. കുറച്ചായിട്ട് അവർ മോൺസ്റ്റർ ആവാണ്. പക്ഷേ ജുഗോനെ വെച്ച് നോക്കിയാൽ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഇത് എന്ത് ചെയ്യാണ്, നമ്മളുടെ വസബിനെ നമ്മുടേനെ എടുത്തിട്ട് കടിക്കുകയാണ്. സിമുറേനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ന്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിച്ച് പോവാണ്. നമ്മുടെ വസബി നമ്മുടെ ആണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, സിമുറ അങ്ങനെ അവളുടെ അറ്റാക്ക് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ അടിച്ചിട്ട് ആ പെമ്പിള്ളാരാണ് ഇവരെ രണ്ടുപേരെയും പിടിച്ചതും നമ്മളുടെ സിമുറേനെ പിടിക്കാൻ പറ്റാതെ പോയതും. അത് മാത്രമല്ല ഇവർ രണ്ടുപേരും കംപ്ലീറ്റ് മോൺസ്റ്ററായിട്ട് ട്രാൻസ്ഫോം ചെയ്തിരുന്നു. ഒരെണ്ണം ഒരു കുറുക്കൻ കോഴി മാതിരിയും ഒരെണ്ണം ഒരു പൂച്ച വാല് മാതിരിയും. അങ്ങനെ അതിനെ പറയുന്നത് ആ മൃഗത്തിൻ്റെ അപമാനമാണ്. നമ്മളുടെ സിമുറേനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. സിമുറ ലാസ്റ്റാണ് നമ്മളുടെ നൂവിനെ സമണിങ് ചെയ്യുന്നത്. നമ്മളുടെ നൂവിനെ സമണിങ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും നൂവിനും ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സിമുറേനെ നൂ ഒളിപ്പിച്ച് എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വില്ലേജായിട്ട് പറയാണ്. ഇതൊന്നും ബൊറൂട്ടോ സലാഡ മിറ്റ്സുക്കിക്കൊന്നും അറിയത്തില്ല, കൊനോമാറിനും അറിയത്തില്ല, വില്ലേജിൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്താ നടന്നതെന്നറിയാതെ അവർ നിൽക്കണം. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.